സെക്രട്ടേറിയറ്റിന് മുന്നിൽ UPSC ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. പ്രശ്നപരിഹാരത്തിനായി 45 ദിവസത്തെ സാവകാശമാണ് സർക്കാർ തേടിയത്. ഒഴിവില്ലാതെ PSC നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതും ഒഴിവാക്കും. സമരം തുടങ്ങി 17 ദിവസം പിന്നിട്ട ശേഷമാണ് നിലവിൽ സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ UPSC ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും ഫിഷറീസ് സ്കൂളിലും UP അധ്യാപക നിയമനം പരിശോധിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഉറപ്പ് നൽകിയ തീയതിക്കുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധം തുടങ്ങുമെന്ന് ഉദ്യോഗാർത്ഥികളും വ്യക്തമാക്കി. വരുമ്പോൾ അവർ പഠനത്തിന് ശേഷം അത് ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ള ഉറപ്പും കൂടി അവർക്ക് നോക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ജോലി വേണമല്ലോ, അപ്പം എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് എന്ന് അവർ പഠിച്ചിട്ട് എന്നിട്ട് ഒരു 45 ദിവസം കഴിയുമ്പോൾ പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ തയ്യാറാണ്, കാരണം ഒരു കാര്യവും എടുപടിയിൽ നിന്ന് നടത്തൂല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പഠിക്കാനായിട്ട് നമ്മൾ 45 ദിവസം കൊടുത്തിട്ടുണ്ട്. സാർ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. നമ്മൾ വളരെ സന്തോഷത്തിലാണ്. സാർ അതുപോലെയാണ് നമ്മളോട് ഇടപെട്ടതും നമ്മളും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംസാരിച്ചത്. 2025 ഒക്ടോബറിലാണ് UPSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ ഒരാൾക്കും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെ എണ്ണം പല സ്കൂളുകളിലും അധികമാണ്. ഇതനുസരിച്ച് വിദ്യാർത്ഥി അധ്യാപക അനുപാതം പുനർനിശ്ചയിക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.